ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ നവിയെ കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ 7-ാം മാസം. അപ്പോൾ തന്നെ കനക തീരുമാനിക്കുകയാണ് നന്ദു പറഞ്ഞതനുസരിച്ചിട്ട് നയനേച്ചിയെ കൂടി നമുക്ക് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ നയനയും കൊണ്ടുപോവാണ് നന്ദാവനത്തിലേക്ക്. അതേസമയം ദേവയാനിക്കാണെങ്കിൽ ഒരുപാട് വിഷമാവുകയാണ് നയന പോയി കഴിയുമ്പോൾ. അങ്ങനെ ദേവയാനി കൂടി പോവുക കേട്ടോ നന്ദാവനത്തിലേക്ക് താമസത്തിന്. ഭയങ്കര രസമുള്ളൊരു എപ്പിസോഡാണ്. ആ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയന പോയി കഴിയുമ്പം പോയിക്കോട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞ് നീ തിരിച്ചു വന്നാൽ മതി എന്നൊക്കെ ദേവയാനി പറയാണ്. പക്ഷേ ദേവയാനിയുടെ ഉള്ളിൽ ഒറ്റ ദിവസം കഴിയുമ്പം തന്നെ നയനയെ കാണാത്ത വിഷമാണ് കേട്ടോ. ദേവയാനിക്ക് ഉറക്കമില്ല ഊണുമില്ല എന്ന് പറയുന്നത് പോലെ ഇരിക്കുകയാണ്. അങ്ങനെ ജയനോട് പറയുന്നുണ്ട്, അത് ജയേട്ടാ, അവൾ പോയത് കൊണ്ടോ അവളുടെ വീട്ടിലേക്ക് അവളുടെ അഹങ്കാരം നോക്കണേ, അവൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ജയൻ പറയാണ്, താനത് വിടടോ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നയന പോയി അവളുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കട്ടെ, അവളുടെ അച്ഛനും അമ്മയ്ക്കും കാണില്ലേ അങ്ങനെ ഒരു ആഗ്രഹം. അപ്പോൾ ദേവയാനി പറയാണ്, എന്താഗ്രഹം, അവൾക്ക് ഇവിടെ നിൽക്കാമല്ലേ, ഇപ്പം നമ്മുടെ മോൻ അവളില്ലാതെ വിഷമിക്കുന്നത് ജയേട്ടൻ കണ്ടോണം. അപ്പോൾ ജയൻ പറയാണ്, അങ്ങനൊന്നുമില്ലെന്നേ, ആദർശ് പറഞ്ഞിട്ടല്ലേ പോയത്. അതുമല്ല, അവൻ അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ അവനും നന്ദാവനത്തിൽ പോയി കുറച്ച് സമയം നിൽക്കാമല്ലോ. അവൻ പോയില്ലല്ലോ, പിന്നെ എന്താ തനിക്കിത്ര വിഷമം? തനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ നയനയെ കാണാഞ്ഞിട്ട്? അപ്പോഴേക്കും ജയൻ പറയാണ്, പിന്നെ അവളെ കാണാഞ്ഞിട്ട് എനിക്കെന്ത് വിഷമ? അവളെ കാണാതിരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. പിന്നെ എന്താന്ന് വെച്ചാൽ ആദർശിൻ്റെ അവസ്ഥ ഓർത്തിട്ടാ അവനിവിടെ വെപ്രാളപ്പെടുന്നതും ഒറ്റപ്പെട്ട് പോയെന്ന് പറഞ്ഞ് കരയുന്നതും ഒന്നും എനിക്ക് കാണാൻ വയ്യാഞ്ഞിട്ടാ ജയേട്ടാ. താനൊന്ന് അടങ്ങ്, അവൻ അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവൻ അവിടെ പോയി നയനയെ കണ്ടോളും എന്ന് പറയാണ്. അതിനൊക്കെ ശേഷവും രാത്രിയിൽ ഇങ്ങനെ ഉറക്കമില്ലാതെ നടക്കുകയാണ് കേട്ടോ ദേവയാനി. ആ സമയത്താണെങ്കിൽ നമ്മുടെ അനാമിക അവിടെ നിൽക്കുക. അനാമിക ഉടനെ തന്നെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എടുക്കുന്നത് നമ്മുടെ വേണുവാണ് കേട്ടോ. വേണു ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തിനാ വിളിച്ച നീ? അതെ, ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ഇന്നങ്ങ് കഴിഞ്ഞില്ലേ, നയനയും അവളുടെ നവ്യയുടെ ഒപ്പം അങ്ങ് പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ആശ്വാസമായി അച്ഛാ. ഇനിയിപ്പം നയനയും നവ്യ അവിടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് എളുപ്പമാണ്. ഏടത്തിമാരെ കാണാനാണെന്ന് പറഞ്ഞ് അവൻ ഇവിടുന്ന് പോകാമല്ലോ, പ്രത്യേകിച്ച് ഗർഭിണിയല്ലേ നവ്യ. അപ്പം ഉടനെ വീണ് പറയാണ്, എടി മോളെ, അങ്ങനെയൊന്നും വിടരുത്, നീ അവിടെ നല്ലതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കോണം. ഇപ്പം നിനക്ക് പറ്റിയ അവസരം, അവളുമാരവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ നിൻ്റെ അമ്മായിയമ്മയും അതുപോലെ മൂർത്തി സാറിനെയും ഒക്കെ വരച്ച വരയിൽ നിർത്തണം. അവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണം. അപ്പം ഉടനെ തന്നെ അനാമിക പറയാണ്, പിന്നെ നല്ല കാര്യമായി, ഞാനങ്ങോട്ട് ചെന്നാൽ അവരൊക്കെ എന്നെ അങ്ങ് വിശ്വസിക്കുകയല്ലേ, പ്രത്യേകിച്ച് മുത്തശ്ശനും മുത്തശ്ശിയും. അവർക്കാണെങ്കിൽ നയന മോളെന്ന് പറഞ്ഞാൽ ജീവനാ. നവ്യയ്ക്കും മുത്തശ്ശിയില്ലേ കുറേ സ്വർണം കൊടുത്തു വിട്ടു. എനിക്ക് മാത്രം ഒന്നുമില്ല. അവർ മുഴുവനും നവ്യയ്ക്കും നയനയ്ക്കും കൊടുക്കും എന്ന് പറയുമ്പോൾ വേണു പറയാണ്, മോളെ, നീ അതിനെ അനുവദിച്ചുകൂടാ. എങ്ങനെയെങ്കിലും അവരെ സോപ്പിട്ട് നിന്നോണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് ഒരു രക്ഷയുള്ളൂ. അപ്പോൾ അനാമിക പറയാണ്, അതെ, അതൊന്നും എനിക്ക് രക്ഷയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കിഴവനും കിളവിയും ഞാൻ പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല. കിളവിന് വയ്യായിയൊക്കെ വന്നതാ, എന്നിട്ടും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവർ വയ്യാതെ കിടന്നാൽ പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കൂടെ പോയേനെ എന്ന് പറയുമ്പോൾ വേണു പറയാണ്, എടി, വയ്യായികയൊന്നും വന്നില്ലെങ്കിൽ ചെറുതായിട്ടൊരു വയ്യായിക നീ അങ്ങ് വരുത്തണം. അന്ന് നമ്മൾ പാലിൽ വിഷം ചേർത്ത് വച്ചില്ലേ, അത് നവ്യയ്ക്ക് വെച്ചതാണെങ്കിലും അത് ദേവയാനിയല്ലേ എടുത്ത് കുടിച്ചത്. അതുപോലെ ഒന്ന് മരുന്ന് മാറ്റി കൊടുക്കുമോ എന്തെങ്കിലും ചെയ്ത് കിളവനെയും കിളവിയും വീഴ്ത്തിയ പകുതി കാര്യങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ അനാമിക പറയാണ്, ഞാനും അത് ചിന്തിക്കാതെയൊന്നുമില്ല. ഇവിടുത്തെ കളികളൊക്കെ ഇങ്ങനെയാണെങ്കിൽ എനിക്കത് ചെയ്യാതെ പറ്റില്ല. ഇപ്പം ഞാൻ നിലമറന്ന് നിൽക്കുകയാണ്. അനിയാണെങ്കിൽ എന്നെ കണ്ട ഭാവം പോലും ഇല്ല. അവന് ദേഷ്യമാണ്. അവനാ നന്ദുവിൻ്റെ പുറകെയാണ്. പിന്നെ ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. അതാ ഇപ്പം എൻ്റെ അവസ്ഥ. അപ്പോൾ വേണു പറയാണ്, നീ കുറച്ചുകൂടി ക്ഷമിക്കേ, ഇല്ലെങ്കിൽ നമുക്ക് അറ്റ കൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തായാലും അനന്തപുരിയിൽ ഇനി നിനക്ക് കൂടുതൽ കാലം അനിയുടെ കൂടെ ജീവിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഉടനെ അനാമികയും പറയാണ്, അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇനിയിപ്പോൾ എത്ര നാൾ അനന്തപുരിയിൽ ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടുന്ന് ഞാൻ പോയെങ്കിൽ ഇവിടുത്തെ സ്വത്ത് കുറേ കൊണ്ടുപോയിട്ടേ പോവുള്ളൂ. കേസ് കളിച്ചിട്ടാണെങ്കിലും ഇവിടുത്തെ അനിയുടെ വീതം ഞാൻ വാങ്ങിച്ചെടുക്കും.
പിന്നെ അവനും നന്ദുവും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവരെവിടെയൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ പോയാലും അവിടെയെല്ലാം ഒരു തടസ്സമായിട്ട് ഈ അനാമിക ഉണ്ടാകും. അത് ഇവിടെ അനന്തപുരിയിൽ നിൽക്കുമ്പോഴാണെങ്കിലും അല്ലാതെ പുറത്തിറങ്ങിയിട്ടാണെങ്കിലും സുഖമായിട്ട് അവർ ജീവിക്കില്ല. അവൾ ഇനി ഏത് കൊമ്പത്തെ SI ആയാലും ശരി, ഞാൻ അവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല അച്ഛാ. അപ്പോഴേക്കും വേണു പറയാണ്, അങ്ങനെ തന്നെ വേണം മോളെ, അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. അച്ഛൻ പറഞ്ഞല്ലോ ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന കാര്യം. അവൾ SI ആയാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മോക്കും അറിയാമല്ലോ. അപ്പോൾ അനാമിക പറയാണ്, പിന്നെ അച്ഛാ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഉറക്കമില്ല. അവൾ ട്രെയിനിങ്ങിന് പോയി ഇനി അതുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ എങ്ങാനും പോസ്റ്റിംഗ് കിട്ടുകയാണെങ്കിൽ പിന്നെ തീർന്നു. അച്ഛൻ്റെ പല കേസുകളും അവിടെ കിടപ്പുണ്ട്, മലേഷ്യയിലെ ഫ്രോഡ് കേസ് ഉൾപ്പെടെ. ഇതെല്ലാം കൂടെ അവൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാൽ പിന്നെ നമ്മൾ അകത്ത് കിടക്കും. ജീവിതകാലം മുഴുവൻ നമ്മൾ അഴിയെണ്ണേണ്ടി വരും. സ്വത്തും പണവും കിട്ടില്ല എന്നുള്ളതുമല്ല, അത് അഴിയെണ്ണി ജീവിതം തീർക്കേണ്ടി വരും. അത് അച്ഛൻ ഓർക്കണം. അപ്പം വേണു പറയാണ്, ഞാൻ ഓർക്കാഞ്ഞിട്ടല്ല മോളെ, ഒരു അവസരം കിട്ടണ്ടേ, പിന്നെ ഇതിനൊക്കെ പണവും വേണ്ടേ, നമ്മുടെ അവസ്ഥ നിനക്കറിയാമല്ലോ. അപ്പം അനാമിക പറയാണ്, പണത്തിൻ്റെ കാര്യം അച്ഛൻ വിട്, അത് ഞാൻ സംഘടിപ്പിച്ചു തരാം. പക്ഷേ നന്ദു ട്രെയിനിങ്ങിന് പോകാൻ പാടില്ല, അവൾ SI ആകാൻ പാടില്ല. എനിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല. എനിക്കൊന്നും കിട്ടിയില്ലേലും അവർ സുഖമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ വേണു പറയാണ്, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം, നീ ഫോൺ വയ്ക്ക്. അങ്ങനെ അനാമിക ഫോൺ വയ്ക്കുകയാണ്. പക്ഷേ ഈ സംസാരമൊക്കെ ഉറക്കമില്ലാതെ വരാന്തയിൽ ഇറങ്ങി നിൽക്കുന്ന ദേവയാനി കേൾക്കുകയാണ് കേട്ടോ. അപ്പം ദേവയാനി അങ്ങ് ഞെട്ടിപ്പോവാണ്. ദേവയാനിയുടെ മനസ്സിൽ അനാമികയെക്കുറിച്ചിട്ട് ഒരു ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അനിയുടെയും അനാമികയുടെയും ജീവിതം തകരരുതെന്നും അവരൊന്നിച്ച് ജീവിക്കണമെന്നും ദേവയാനി ആഗ്രഹിച്ചാണ്. കാരണം അനാമിക എത്ര മോശം പെൺകുട്ടിയാണെങ്കിലും അനിയുടെ മനസ്സിൽ നന്ദു ഉണ്ടെന്നെങ്കിലും, പക്ഷേ അനാമികയും അനിയും കൂടി ഒരുമിച്ച് ജീവിക്കണം എന്നാണ് ദേവയാനി വിചാരിച്ചത്. ഇത്രയൊന്നും മോശം സ്വഭാവമോ ഇത്രയും ഫ്രോഡുകളോ ആയിരിക്കും അനാമികയും കുടുംബമെന്ന് ദേവയാനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ ഫോൺ സംഭാഷണം കേട്ടപ്പോൾ ദേവയാനിക്ക് സകല കാര്യങ്ങളും മനസ്സിലായി. അനാമിക അവളുടെ കുടുംബവും തനി ഫ്രോഡുകളാണെന്നുള്ള കാര്യം ദേവയാനി മനസ്സിലാക്കുകയാണ്. ദേവയാനി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് തെളിഞ്ഞത്. അനാമിക അവൾ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അനി പറയുന്നതിലും കാര്യമുണ്ട്. ഒരിക്കലും അവന് ഒത്തുപോകാൻ പറ്റുന്ന ഒരു പെണ്ണല്ല അനാമിക. അവളും അവളുടെ കുടുംബവും ഫ്രോഡാണെന്ന് പല പ്രാവശ്യം ആദർശം നയനി പറഞ്ഞെങ്കിലും ഞാനതൊന്നും ഉൾക്കൊണ്ടില്ല. പക്ഷേ ഇപ്പം എൻ്റെ കാതുകൾ കൊണ്ട് ഞാൻ കേട്ടു അവൾ പറഞ്ഞ കാര്യം, നന്ദുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കണമെന്ന്. അതുപോലെ തന്നെ നയനയുടെ കുഞ്ഞിനെ കൊല്ലാൻ പാലിൽ വിഷം ചേർത്ത് വെച്ചത് അവളും അമ്മയും കൂടിയാണെന്ന് പറയുന്നത് ഞാനിപ്പോൾ കേട്ടു. ഇത് മറ്റാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് വിശ്വസിക്കില്ലായിരുന്നു, ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ അവളുടെ വായിൽ നിന്ന് തന്നെ അത് കേട്ടപ്പം എനിക്കെല്ലാം ബോധ്യമായി. അന്ന് ആ പാല് കുടിച്ചാണ് ഞാൻ ഈ അവസ്ഥയിലായത്. ഏറ്റവും നയൻ്റെ മോൾക്കും ഈ അവസ്ഥയുണ്ടായത്, ഞങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചത്. എന്തെല്ലാം ദുഷ്ടത്തരങ്ങളാണ് ചെയ്തത്. എന്നിട്ട് കൂടെ നിരുന്ന് കണ്ണീരൊലിപ്പിച്ചും മറ്റുള്ളവർ കുറ്റം പറഞ്ഞും കാര്യങ്ങൾ സാധിച്ചില്ലേ അവള് ഇത്തരക്കാരിയായിരുന്നല്ലേ. വേണുവിൻ്റെ പേരിൽ ഒരുപാട് ഫ്രോഡ് കേസുകളൊക്കെ കിടപ്പുണ്ടെന്ന് പറയുന്നു. തന്തു SI ആയാൽ അതെല്ലാം കണ്ടുപിടിച്ചാലോ നമുക്ക് പേടിയുണ്ട്. ഇപ്പം ഈ വിവരം ഞാൻ ആരോടും പറയുന്നില്ല. പറയേണ്ട സമയമാവുമ്പം ഇതെല്ലാം ഞാൻ പറയും. അനന്തപുരിയിലെ സ്വത്തുക്കൾ മാത്രമാണ് അവളുടെ വിചാരം. അതെങ്ങനെയെങ്കിലും കൈയടക്കിയിട്ട് അനിയെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല. അത്തരക്കാരിയാണ്. എങ്ങനെയും അനിയെ ഉപേക്ഷിച്ചിട്ട് അവൾക്ക് സ്വത്ത് കിട്ടണമെന്നാണ്. അനിയും നന്ദു സന്തോഷമായിട്ട് ജീവിക്കാൻ അവൾ സമ്മതിക്കില്ലെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ ഞാൻ അവൾക്ക് മറുപടി കൊടുക്കും. അനിയും നന്ദുവും തന്നെ സന്തോഷമായിട്ട് ജീവിക്കും. അനാമികയെ പോലൊരു ഭാര്യ അനിക്ക് വേണ്ട. ഇത്രയും നാൾ ഞാൻ അങ്ങനെയല്ല കരുതിയത്. അവരുടെ ജീവിതത്തിന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അനിയെ ഞാൻ എത്ര പ്രാവശ്യം ഉപദേശിച്ചു. പാവ അനി, ഈ ദുഷ്ടയുടെ കൂടെ എങ്ങനെ അവൻ ജീവിക്കാനാ? ഇനിയിപ്പം ഞാൻ ഇവക്കെതിരെ പൊരുതും. ഇവളിവിടെ ചെയ്തു കൂട്ടുന്ന ഓരോ ദുഷ്ടത്തരങ്ങളും. അച്ഛനെയും അമ്മയും കൊല്ലാൻ വേണ്ടി മരുന്ന് മാറ്റി വെക്കണമെന്ന് പറയുന്ന കേട്ടില്ലേ, അതിന് ഞാൻ അനുവദിക്കില്ല. എന്തായാലും ഇതൊക്കെ കോടതിയിൽ തെളിയിക്കുക തന്നെ ചെയ്യണം. ചെയ്ത് ഇവളെ ഇവിടുന്ന് പുറത്താക്കണം. സമയമെടുക്കും, പക്ഷെ ഞാനത് ചെയ്യും. കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചിന്തിക്കുക. പക്ഷെ ദേവയാനിക്ക് ആപ്പാടെ വിഷമാണ് കേട്ടോ, നായനെ ഇല്ലാത്തതും ഒക്കെ ഓർക്കുമ്പം. അങ്ങനെ ഇതിനൊക്കെ ശേഷം പിറ്റേ ദിവസം ആവുകയാണ്. പിറ്റേ ദിവസം ആകുമ്പം മുത്തശ്ശനും മുത്തശ്ശി ഇരിക്കുകയാണ്. അപ്പോൾ ദേവയാനിയും ഉണ്ട്. ദേവയാനി മുത്തശ്ശനോട് പറയാണ്, അച്ഛൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പുരോഗതിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയാണ്, അത് മോളെ എനിക്കെന്ത് പുരോഗതിയാണ്. ഇനിയിപ്പം ഞാൻ പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെല്ലാവരും കൂടെ ബഹളം ഉണ്ടാക്കില്ലേ. അനന്തപുരിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഒരുപാട് മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മുത്തശ്ശനോട് ദേവയാനി പറയുന്നുണ്ട്, ഇല്ലച്ചാ അങ്ങനെയൊന്നും അച്ഛൻ വിഷമിക്കേണ്ട. ഇപ്പം നയന ഇവിടുന്ന് പോയതുകൊണ്ടാണോ അച്ഛന് വിഷമം?
അപ്പോൾ മുത്തച്ഛൻ പറയണേ, ഏയ് അവളിവിടെ നിന്ന് പൂർണ്ണമായിട്ടൊന്നും പോയതല്ലല്ലോ, അവളുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കാൻ പോയതല്ലേ, അതുകൊണ്ട് ആ കുട്ടിക്ക് സന്തോഷമല്ലേ ഉണ്ടാവുന്നുള്ളൂ ദേവയാനി. പിന്നെ വിഷു ഒക്കെയാണ് വരുന്നത്, അതുകൊണ്ട് വിഷു സെയിലിൻ്റെ കാര്യവും കമ്പനിയിലെ കാര്യമൊക്കെ നോക്കാൻ ഇങ്ങോട്ട് തിരിച്ചു വരികയല്ലേ നയന, അതുകൊണ്ടൊന്നുമില്ല. ഇനി നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ നയനമോള് പോയതിന്? അപ്പോൾ പെട്ടെന്ന് ദേവയാനി പറയും, പിന്നെ എനിക്കെന്ത് വിഷമം, അവൾ പോയാൽ എനിക്ക് അത്രയും സന്തോഷമുള്ളെന്ന് അച്ഛൻ അറിയാമല്ലോ, ഞാനും അവളും തമ്മിൽ അത്ര നല്ല രമ്യതയിലൊന്നും അല്ലെന്ന് അച്ഛൻ അറിയാമല്ലോ, പിന്നെന്താ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം? അപ്പം മുത്തശ്ശി പറയാണ്, അല്ല ദേവയാനി, നിനക്കിപ്പോൾ അവളോട് കുറച്ച് കരുതലൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു, അവൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കുന്നു, അവൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നു. നീ ഇങ്ങനൊന്നും ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പം ദേവയാനി പറയാണ്, ഞാൻ മാറിയിട്ടൊന്നുമല്ല, അവളും ആദർശം കൂടി ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാതെ അവൾ പിണങ്ങി അവളുടെ വീട്ടിൽ പോയാൽ പിന്നെ ആദർശിനത് വിഷമാവില്ലേ, അതോർത്തിട്ടാ എൻ്റെ മോൻ്റെ കാര്യം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, അല്ലാതെ കണ്ട അവളുമാരുടെ കാര്യമൊന്നും ഞാൻ നോക്കുന്നില്ല. അപ്പോൾ മുത്തശ്ശി പറയാണ്, കണ്ട അവളുമാരാണോ നയനമോള്? ഈ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്ന ഐശ്വര്യമുള്ള പെൺകുട്ടി തന്നെയാണ് നയന. നയനമോള് വന്നതിന് ശേഷമാണ് ഈ വീടിനൊരു ജീവൻ വെച്ചത്. ഇപ്പം നവിയും നയനയും ഈ വീട്ടിൽ നിന്ന് പോയപ്പം ഈ വീട് ഉറങ്ങിയതുപോലെയായി. എന്താണെന്ന് പറഞ്ഞാലും നവ്യമോൾ ഇനി വരുമ്പം ഒരു കുഞ്ഞുമൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ സന്തോഷം അനന്തപുരിയിലെ ഒരു മോനോ കൊച്ചുമോളോ അല്ലേ വരാൻ പോകുന്നത്, അതിൻ്റെ സന്തോഷം ഈ കുടുംബത്തിലുണ്ടാവുമല്ലോ ദേവയാനി എന്ന് പറയാണ്. അപ്പം ജലജ അവിടെ നിന്നിട്ട് പറയാണ്, എന്ത് സന്തോഷം, ബാക്കിയുള്ളവരുടെ നെഞ്ചി തീ കോരി ഇട്ടിട്ടാണ് അവൾ പോയിരിക്കുന്നത്, ഇനി അങ്ങനെയാണ് വരുന്നത്. ഇപ്പം തന്നെ അവൾ ഇവിടെ എന്നെ ഒരു അടിമയെ പോലെയാണ് കാണുന്നത്, അവൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൾ അച്ഛനോടും അമ്മയോടും പറയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നെക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, എൻ്റെ കാര്യം പോക്കാം, അത്രേ ഉള്ളൂ. അപ്പം മുത്തശ്ശൻ പറയുക, ജലജേ, നിൻ്റെ മകൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവൾ വരുന്നത്, അപ്പോൾ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്തു കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, അല്ല ജലജ ചെയ്തു കൊടുത്തില്ലെങ്കിലും ഞാനത് ചെയ്തു കൊടുക്കും. ഈ വീട്ടിലേക്കല്ലേ ഒരു കുഞ്ഞിനെയും കൊണ്ട് നവ്യ കയറി വരുന്നത്, അവൾ ഇനി എത്ര കാര്യമാണെന്ന് പറഞ്ഞാലും ആ കുഞ്ഞ് ഈ വീട്ടിലെ അല്ലേ, അബിയുടെ കുഞ്ഞല്ലേ, അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കും എന്ന് പറയാണ് ദേവയാനി. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അതാണ് വേണ്ടത്, പക്ഷേ ജലജ ചെയ്യേണ്ട കാര്യങ്ങൾ ജലജ ചെയ്യണം. അതുപോലെ ജലജെ, നിൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ഒളിച്ചും പാത്തും കള്ളത്തരങ്ങൾ കാണിച്ചും ഇനിയും മുന്നോട്ട് പോകരുത് എന്ന്. അവൻ്റെ കുഞ്ഞാണ് ഇനി വരാൻ പോകുന്നത്, ആ കുഞ്ഞ് അവനെ കണ്ടാണ് വളരുന്നതെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാം സംസാരിച്ചുകൊണ്ടൊക്കെ നിന്ന് കഴിയുമ്പോൾ ദേവയാനിക്ക് പിന്നെയും ടെൻഷനാണ് നയനയെ കാണാത്തതിൻ്റെ. അപ്പോൾ ദേവയാനി ആലോചിക്കുകയാണ്, ഒന്ന് വിളിച്ചാലോ, കനകയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാം. നയനയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴേക്കും കനകയാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. കനക വിചാരിക്കണം, ദേവയാനി വിളിക്കുന്നുണ്ട്, കളിയൊക്കെ ഏറ്റു തുടങ്ങി, സത്യങ്ങളൊക്കെ ഇനി പുറത്ത് വരാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് കനക ഫോൺ എടുക്കുക. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എവിടെയാ നയന, എവിടെയാ? അപ്പം കനക പറയാണ്, അവളിതേ ഇപ്പം അങ്ങോട്ട് പോയി, എന്താ അവളെ വിളിക്കണോ? ആദർശമോൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും അവളോട് സംസാരിക്കാനുണ്ടോ? അപ്പോഴേക്കും ഉടനെ ദേവയാനി പറയാണ്, ഓ എനിക്കൊന്നും സംസാരിക്കാനൊന്നുമില്ല, അവൾ ഇവിടുന്ന് പോയിട്ട് 2-3 ദിവസമായില്ലേ, ഇങ്ങോട്ട് തിരിച്ചൊന്നും വരുന്നില്ലേന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അപ്പം കനക പറയാണ്, ഓ അവൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ, ഇപ്പം പ്രത്യേകിച്ച് അങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം? അപ്പം ഉടനെ പറയാണ് ദേവയാനി, അത് അവൾ ഇങ്ങോട്ട് വരണം, അവളുടെ ഭർത്താവിന് അവളെ ആവശ്യമുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് വരണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കനക പറയാണ്, ആദർശ മോൻ അത് കുഴപ്പമൊന്നുമില്ല, അവൻ 2 ദിവസം അനന്തപുരി ഇവിടെ വന്ന് നന്ദാവനത്തിൽ നിന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നയനമോളുടെ അമ്മായിയമ്മയ്ക്ക് അവളെ കാണുകയും വേണ്ട, അവൾ അവിടെ നിൽക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അവളുടെ അമ്മായിയമ്മയ്ക്ക് അവളോട് താല്പര്യമില്ലാത്തപ്പോൾ പിന്നെ എന്തിനാണ് അവൾ കടിച്ചു തൂങ്ങി അവിടെ നിൽക്കുന്നത്? അവൾ കുറച്ച് ദിവസം ഇവിടെ സന്തോഷമായിട്ട് നിൽക്കട്ടെ. അപ്പോഴേക്കും ദേവയാനി പറയാണ്, ഓഹോ അവളുടെ അമ്മായിയമ്മയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അവൾ പറഞ്ഞോ അങ്ങനെ, ഇനി ഇങ്ങോട്ട് വരുന്നില്ലെന്ന് നയന പറഞ്ഞോ? അപ്പോൾ ദേവയാനിയോട് കനക പറയാൻ, അവൾക്കും താല്പര്യമില്ല ഇപ്പം അങ്ങോട്ട് വരാൻ. അവൾ പറയുന്നത് അവിടെ വന്ന് നിന്നാൽ അവളുടെ അമ്മായിയമ്മയ്ക്ക് അവളോട് ദേഷ്യമാണ്, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അവളോട് വഴക്കുണ്ടാക്കും, അതുകൊണ്ട് അവൾ അങ്ങോട്ട് പോകുന്നില്ലെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയാണ്. അപ്പോൾ ദേവയാനിക്ക് മനസ്സിലാകാണ് നയനയും കളത്തരം പറഞ്ഞാണെന്ന്. അപ്പോൾ ദേവയാനി പറയാണ്, ഓ അങ്ങനെയൊക്കെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കനക. എന്നിട്ട് കനക മനസ്സിലിങ്ങനെ വിചാരിക്കാം, എൻ്റെ അടുത്ത കളി ഈ കനകയെ പറ്റിക്കാമെന്ന 2 പേരും കൂടി വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം ഇനി അമ്മായിയമ്മയ്ക്ക് മരുമോളെ കാണാതെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല നയന, അവൾ സത്യങ്ങളൊക്കെ പറയണം, അങ്ങനെ ഞങ്ങളെ ഒന്നും അധികം നാൾ പൊട്ടന്മാരാക്കി വെക്കാമെന്ന് ഇവർ 2 പേരും വിചാരിക്കണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്.
അപ്പോൾ ദേവയാനിയാണെങ്കിൽ അവിടെ വിചാരിക്കുകയാണ്, അവൾ പോയിട്ട് 2-3 ദിവസമായി, ഇനിയിപ്പോൾ വിഷുവൊക്കെ അടുക്കാറായി, അവൾ ഇങ്ങോട്ട് വരാതിരുന്ന എന്താ ചെയ്യുന്നത്? മോക്ക് ആദ്യമായിട്ട് വിഷു കൈനീട്ടം കൊടുക്കണമെന്നും എല്ലാം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരുമിച്ച് കണി കാണണമെന്നും ഒക്കെ. പക്ഷേ ഇപ്പോൾ അവൾ അവിടെ പോയി നിന്നാൽ അതൊരു വിഷമാവുമല്ലോ. എനിക്കാണെങ്കിൽ പറ്റുന്നുമില്ല. ആ കനകയാണെങ്കിൽ ഒന്നിനും അടുക്കുന്നില്ല. അവരൊരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ. ആരോട് പറഞ്ഞാലും എല്ലാവരും അങ്ങനെയാണ്. ഇനിയിപ്പം സത്യം വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ വിലയങ്ങ് പോവില്ലേ? കുറച്ച് നാളൂടെ എല്ലാവരുടെ മുമ്പിൽ നാടകം കളിക്കാമെന്ന് ഓർത്തതാ. ഇതിപ്പം മോള് പോയിട്ട് എനിക്കൊരു മനസ്സമാധാനവും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയും വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം നയനയാണെങ്കിൽ കമ്പനിയിലോട്ടൊക്കെ ചെല്ലുന്നുണ്ട്. കമ്പനിയിൽ ചെന്ന് അവിടെ വർക്കൊക്കെ ചെയ്യുമ്പം നമ്മുടെ ജലജ അബിയോട് പറയാണ്, എടാ അബി, നല്ലൊരവസരമാണ്. വിഷുവിനാണെങ്കിൽ കമ്പനിയിൽ ഒരുപാട് സെയിൽ നടക്കും, ജ്വല്ലറിയിൽ ഒരുപാട് ഡിസൈനുകൾ പോകും. നയനയായിരിക്കുമല്ലോ അതിൻ്റെ എല്ലാം ചീഫ് ഡിസൈനർ. നീ അവളെ കള്ളിയാക്കാൻ നോക്കണം. നേരത്തെ നീ ആ നെക്ലേസ് എടുത്ത് മാറ്റിയതുപോലെ ആവരുത്. വേറെ എന്തെങ്കിലും രീതിയിൽ അവൾക്കൊരു പണി കൊടുക്കണം നമുക്ക്. അപ്പോൾ അബിക്കാണെങ്കിൽ ഇതിലൊന്നും ഒരു താല്പര്യമില്ല. അബിയുടെ മനസ്സിൽ മുഴുവൻ അനഘ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. കുഞ്ഞിനെയും കൊണ്ട് വരുമെന്ന് പറഞ്ഞ കാര്യം കാരണം അബി ആകെപ്പാടെ വട്ടുപിടിച്ചിങ്ങനെ നടക്കുകയാണ്. അബി ജലജയോട് പറയണ, അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാവോ? മനുഷ്യനിപ്പോൾ ഇവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മയുടെ ഒരു പണി കൊടുക്കൽ. നേരത്തെ കൊടുത്തത് കണ്ടില്ലേ? അന്ന് തലനാരിഴയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇല്ല, എന്നെ കള്ളനെന്ന് മുദ്ര കുത്തി ആ കമ്പനിയിൽ നിന്ന് എന്നെ പുറത്താക്കിയേനെ. ഇപ്പം മതിയായില്ലായിരുന്നോ? ഇനിയും ഞാനത് ചെയ്യണം എന്നാണ് അമ്മ പറയുന്നത്. എന്താടാ അഭി നീ ഇങ്ങനെ പറയുന്നത്? നവ്യയും പോയി, നയനയും പോയി. ഈ അവസരത്തെ അവളുമാരെ പുറത്താക്കാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? എനിക്കല്ലേലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. അല്ല, നീ കുറച്ച് ദിവസമായിട്ട് ആകപ്പാടെ ടെൻഷനിലാണല്ലോ അഭി. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ 7ാം മാസ ചടങ്ങിനും നിനക്ക് ആകപ്പാടെ വിഷമമായിരുന്നല്ലോ. എന്താ കാര്യം? അപ്പോൾ അഭി പറയാണ്, ഒന്നുമില്ല, അവൾ പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ എനിക്കില്ലാതിരിക്കാവോ അമ്മേ? ഓഹോ, അവൾ പോകുന്നതിന് നിനക്ക് ടെൻഷൻ? ഞാനിത് വിശ്വസിക്കണമല്ലേ? നിന്നെ പ്രസവിച്ചത് ഞാൻ തന്നെയല്ലേ? നീ നുണ പറയാതെടാ, വേറെന്തോ ഗുലുമാലുണ്ട്. നീ എവിടെയോ ചെന്ന് ചാടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ എന്നോട് പറ. നിൻ്റെ എല്ലാ കളത്തരത്തിനും കൂട്ടു നിൽക്കുന്നത് ഞാനല്ലായിരുന്നോ? അപ്പോഴേക്കും ആകപ്പാടെ അങ്ങ് വല്ലാണ്ടാകാണ് അബി പറയുന്നുണ്ട്, ഒരു കാര്യമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അബി അവിടുന്ന് ഒഴിവായി പോവുക. അപ്പോൾ ജലജയ്ക്ക് തോന്നുന്നുണ്ട് ഇവൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, കാര്യമായിട്ട് തന്നെ എന്തോ ഉണ്ട്, ഇല്ലെങ്കിൽ ഇവനിപ്പോൾ ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് തോന്നുകയാണ്. അതേസമയം ദേവയാനിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല നയനയില്ലാണ്ട്. അവിടെ ചെന്ന് നയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം എന്ന് വിചാരിച്ചാൽ അവർ വിടുകയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നയനെ ഒന്ന് കാണാൻ പോകാം, അല്ലെങ്കിൽ പോയി കുറച്ച് ദിവസം അവിടെ ഒന്ന് നിൽക്കാം എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവയാനി. അങ്ങനെ ദേവയാനി മനസ്സിൽ വിചാരിക്കുക, എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞ് നന്ദാവനത്തിൽ ചെല്ലുക, അവിടെ ചെന്ന് കുറച്ച് ദിവസം തങ്ങുക, അത് തന്നെ മാർഗമുള്ളൂ. അത് കഴിയുമ്പം എല്ലാ സത്യങ്ങളും തെളിയെങ്കിൽ അങ്ങ് തെളിയട്ടെ. പക്ഷേ മോളില്ലാതെ എനിക്ക് പറ്റില്ല. അങ്ങനെ ദേവയാനി ബാഗൊക്കെ എടുക്കുകയാണ്. 2 ദിവസം പോയി നന്ദാവനത്തിൽ നിൽക്കാം, അവിടെ നിന്ന് മോളെയും കൂട്ടിക്കൊണ്ട് തന്നെ പോരാം എന്നൊക്കെ വിചാരിച്ചു. അപ്പം കനക എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർക്കുകയാണ്. അപ്പം ഒരു കള്ളത്തരം എന്തെങ്കിലും പറഞ്ഞ് അവിടെ ചെന്ന് കയറാം, നവ്യയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് കുറച്ച് പലഹാരമൊക്കെ ആയിട്ട് പോയാലോ എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെയും വിചാരിക്കുന്നുണ്ട്, അതവർ വിശ്വസിക്കുമോ? പിന്നെ എന്തെങ്കിലും പൂജയുടെയോ വഴിപാടിൻ്റെയോ നേർച്ചയുടെയോ ഒക്കെ പേര് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുകയാണ് ദേവയാനി. അങ്ങനെ ദേവയാനി ബാഗൊക്കെ റെഡിയാക്കി ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് നമ്മുടെ ജയനോട്, ഞാൻ നന്ദാവനത്തിലേക്ക് പോവാണ്, കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കട്ടെ. ഏതായാലും നയനെ അവിടെ പോയി നിൽക്കല്ലേ, അവളവിടെ നന്നായിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ. പിന്നെ നവ്യയുണ്ട്, അവൾക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് പോരാം. ഇനിയിപ്പം ഒരു പൂജയൊക്കെ ചെയ്യാൻ പോകണം, അത് നയനയും ഒത്ത് പോകണം. ആദർശിനും നയനയ്ക്കും വേണ്ടിയിട്ടാണ്, കാരണം അവർക്കും ഒരു കുഞ്ഞുണ്ടാവണ്ടേ, അവർക്കും ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വേണ്ടേ. എനിക്കും ആദർശിൻ്റെ അമ്മയെന്ന നിലയിൽ ആ കാര്യത്തിൽ ഒരാഗ്രഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നന്ദാവനത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ദേവയാനി ബാഗൊക്കെ എടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ബാഗും ഒക്കെ ആയിട്ട് ദേവയാനി അങ്ങോട്ട് ചെല്ലുന്ന കാണുമ്പോൾ കനക ഇറങ്ങി വരികയാണ്. ആഹാ, എന്താ ആദർശമോൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നത്? നയനമോളെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി ആകെപ്പാടെ ചമ്മി നിന്നിട്ട് പറയുകയാണ്, അതെ, നയനെ കാണാൻ വന്നത് തന്നെയല്ല, ഞാൻ നവ്യ, അവളിവിടെ ഇല്ലേ, അവൾക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ് പലഹാരങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴും ബാഗൊക്കെ കയ്യിലുണ്ട്. അപ്പം ഉടനെ തന്നെ ചോദിക്കുകയാണ് നമ്മുടെ കനക, എന്താ ആദർശമോൻ്റെ അമ്മ ഇവിടെ താമസിക്കാൻ വന്നതാണോ? കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന് തോന്നല്ലോ,
കയ്യിൽ ബാഗൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അപ്പം ദേവയാനി ആകെപ്പാടെ ചമ്മി ചെന്നിട്ട് പറയുന്നുണ്ട്, അത് ഞാനൊരു പൂജയുണ്ട്, അപ്പം ക്ഷേത്രത്തിലൊക്കെ പോകണം, അതിനു വേണ്ടി നയനയും കൂട്ടിക്കൊണ്ട് പോകാനാണ്. ഇങ്ങനെ അങ്ങ് പോയാൽ പറ്റില്ലല്ലോ, ആദർശനും നയനയ്ക്കും ഒരു കുഞ്ഞു വേണ്ടേ, അങ്ങനെയാണെങ്കിലല്ലേ ഉള്ളൂ, അത് ഞങ്ങളുടെ അവകാശമല്ലേ. ഇപ്പം നവ്യയുടെ കാര്യത്തിനൊരു തീരുമാനമായി, അതുപോലെ ഇവരുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ എൻ്റെ മോൻ പറയില്ലേ അമ്മ ഇതിനു വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചില്ല എന്ന്, അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് കയറുകയാണ്. അതേസമയം കനകയും ഗോവിന്ദനും നന്ദുവും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, കണ്ടോ ആദർശമോൻ്റെ അമ്മ വന്നത് കണ്ടില്ലേ, ഇതാണ് സംഭവം, നയനെ ഇപ്പോൾ കാണാതിരിക്കാനേ വയ്യ, പക്ഷെ രണ്ടുപേരും അതങ്ങ് സമ്മതിച്ചു തരാൻ തയ്യാറല്ല. അപ്പോൾ കനക പറയണം, ഞാനിത് സമ്മതിക്കിപ്പിക്കും, ഇവിടെ വച്ച് തന്നെ അവരെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കും, എന്നിട്ടേ പോവുള്ളൂ. അങ്ങനെ നമ്മുടെ നയനയുടെ പുറകെ ബാഗും ഒക്കെ തൂക്കി നന്ദാവനത്തിൽ പോയി നിൽക്കുന്ന ദേവയാനിയാണ് കാണാൻ പോകുന്നത്. നല്ല അടിപൊളി എപ്പിസോഡുകളാണ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്